ഇന്ത്യയുടെ ഉള്ളിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കാശ്മീരിലേക്ക് മെയിനായിട്ട് നമ്മളൊന്ന് അട്രാക്റ്റഡ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മഞ്ഞും ആ ഒരു മഞ്ഞുമലയും, പിന്നെ അവിടെ ചെന്നാൽ നമ്മൾ മഞ്ഞിലുള്ള ആക്ടിവിറ്റീസ്, അതിൽ കളിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ നമ്മൾ നീണ്ട 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സോനാമാർഗിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അവിടെയാണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഗുൽമാർഗിൽ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ റീസൺസ് പറ്റാത്തതിൻ്റെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. വേറെയും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ മഞ്ഞ് കാണാൻ പറ്റിയത്. നമ്മൾ സെലക്ട് ചെയ്ത പാക്കേജിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ പറയുന്നുള്ളൂ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ഞുള്ള കാശ്മീരിൽ തന്നെ വേറെ വേറെ സ്ഥലങ്ങൾ. എനിക്ക് തോന്നുന്നത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്കങ്ങനെ ടൂർ പാക്കേജസ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ഈ ഗുൽമാർഗും സോനാമാർഗും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സോനാമാർഗിലേക്ക് പോകുന്ന വഴിയിലുള്ള ആ ഒരു ടണൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 6.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു ടണലാണിത്. അപ്പോൾ ഇതിന് മുമ്പുള്ള റോഡ് എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് മഞ്ഞൊക്കെ വന്ന് അവലാഞ്ചിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ബ്ലോക്ക് ആവാൻ സാധ്യതയുള്ള ഒരു റോഡായിരുന്നു അത്രേ. അപ്പോൾ ഈ ടണൽ 2025 ജനുവരിയിലൊക്കെയാണ് ഓപ്പൺ ആയിരിക്കണേ. അപ്പം അതിനുശേഷം കണക്ടിവിറ്റി നല്ല സൂപ്പറായി എന്നാണ് അറിയാൻ പറ്റിയത്. ഈ ടണൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ആ സമയത്തുള്ള ആ ഒരു കാഴ്ച, ശരിക്കും പറഞ്ഞാൽ കയറുന്നതിന് മുമ്പുള്ള ലാൻഡ്സ്കേപ്പും അതിന് ശേഷമുള്ളതും നല്ല ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഈ ഒരു സ്ഥലം മാത്രമല്ല, നമ്മൾ വന്ന ആ വഴി ഫുള്ള് നമുക്ക് കണ്ണെടുക്കാൻ പറ്റാതെ നോക്കിയിരിക്കുന്ന പോലത്തെ റോഡുകളായിരുന്നു. റോഡ് മാത്രമല്ല, ആ ഒരു സീനിക് ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റില്ല എന്ന് പറയാം. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നേരിട്ടത് കാണുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നമ്മൾ സോനാമാർഗിലേക്ക് ഏകദേശം എത്തി. ഇവിടെ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ വലിയ പാർക്കിംഗ് ഏരിയാസ് ആണുള്ളത്. നമുക്കങ്ങനെ കൺജസ്റ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഇല്ലേ, അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല വലിയ പാർക്കിംഗ് ഏരിയയാണ് കിട്ടിയത്. അവിടെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസിൻ്റെ മെയിനായിട്ടുള്ള ഓർഗനൈസേഴ്സ് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് അറിയാം, ഇവിടെയുള്ള ആൾക്കാരുടെ മെയിനായിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത് തന്നെ ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി തിങ്സ് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അതിനുള്ളതെല്ലാം ആ കാർ പാർക്കിങ്ങിൽ തന്നെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ ആൾക്കാർക്ക് അറിയുന്നതോ അല്ലെങ്കിൽ അവിടെ ചെന്ന് അവർ സംസാരിച്ച് തീരുമാനിക്കുന്നതോ ആയിട്ടുള്ള ഈ ഗൈഡ് പോലെയുള്ള ആൾക്കാർ, അവർക്ക് ഇങ്ങനെ പല പല ആക്ടിവിറ്റീസിൻ്റെ ആൾക്കാരുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അവരാണ് നമ്മളെ എല്ലാം ചെയ്യിപ്പിക്കണേ. അപ്പോൾ അവിടെ എത്തി നമ്മളെല്ലാം ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് ഡ്രസ്സ് കാര്യത്തിൽ വന്നേക്കണേ. ഗുൽമാർഗിൽ പോയ പോലെ തന്നെ നമുക്ക് ഷൂ മാത്രം മാറ്റിയിട്ട് നമുക്ക് റബ്ബർ ബൂട്ട്സ് ഇടണം. അത് മാത്രമാണ് നമുക്കുള്ള ഒരു ജോലി. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവിടെ എൻ്റെ മുഖം ഓൾമോസ്റ്റ് 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ആകെ വരണ്ട ഉണങ്ങി ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നു. കാര്യം മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്തൊന്നും ഞാൻ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ മുഖം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഒരു സ്റ്റിഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്കല്ല ലിപ് ബാം നമ്മൾ എന്തായാലും അവിടെ പോകുമ്പോൾ കയ്യിൽ കരുതിയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഏകദേശം ഈ സമയത്തോട് കൂടിയിട്ടാണ് ഞാൻ ആ ഒരു നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞത്. നമുക്ക് പോവാൻ ഒന്നുകിൽ നടന്നിട്ട് പോകണം, കുറേ കിലോമീറ്ററോളം നമുക്ക് നടക്കണം, അല്ലെങ്കിൽ ഈ ഒരു കുതിരപ്പുറത്താണ് അത്ര എല്ലാവരും പോവാറ് അങ്ങോട്ട്, ആ ഒരു മഞ്ഞുള്ള സ്ഥലത്തേക്ക്. എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. ഇതിൽ കയറുമ്പോൾ പോലും എനിക്ക് ഇതിൻ്റെ ദൂരത്തിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. എത്ര ദൂരം ഉണ്ടെന്നോ ഏത് വഴി കൂടെയൊക്കെയാണ് ഈ കുതിര പോണേന്നൊന്നും. പക്ഷേ പോയി തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഭഗവാനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ കയറി എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ബാഗും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ലൈനായിട്ടാണ് നമ്മളെ ഗ്രൂപ്പിനെ ഒരു ഗ്രൂപ്പ് ഏറ്റെടുക്കുക. അങ്ങോട്ട് അവരാണ് പിന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പോകുന്നതും പോയിട്ട് അവിടെ നമ്മളെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് വരണ വരെയുള്ളത് അവരാണ്. അപ്പം അതിനാണ് പെർ പേഴ്സൺ നമുക്കൊരു ചാർജ് അവർ പറയും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 കുതിരയ്ക്ക് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ചില കുതിര നല്ല ട്രെയിൻഡ് ആയതുകൊണ്ട് ആരും കൂടെ ഉണ്ടാവില്ല, കുതിരയുടെ ഇഷ്ടത്തിനാണ് പോവുക. എൻ്റെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ പോയി. പക്ഷേ നമ്മൾ കാടും മേടും മലയും താണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യമൊന്നും ഞാൻ കയറിയ സമയത്ത് എനിക്ക് അറിയണ്ടായിരുന്നില്ല.
പിന്നെ ഇത് പോയ ആൾക്കാർക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ്. അവിടെ എത്തിയ ഉടനെ നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വന്നാലേ ഏകദേശം ഉച്ചയായി, 1 മണിയൊക്കെ ആയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ല, ഹോട്ടലൊന്നും ഇല്ലല്ലോ. അവിടെ മെയിൻ മാഗിയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ മാഗിയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും മാഗിയൊക്കെ വാങ്ങിച്ച് ലഞ്ച് അവസാനിപ്പിച്ചു. ലഞ്ച് കഴിച്ച് അവിടുന്ന് മറ്റേ കാവ അല്ലെങ്കിൽ സാധാരണ ചായയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. നമ്മളെ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ തന്നെ അവരുടെ ടൈപ്പുള്ള ആൾക്കാർ വന്ന് നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയും, അവിടെ പോവാം. ഓരോ കാര്യങ്ങൾക്ക് നിർബന്ധിക്കും കേട്ടോ, നന്നായിട്ട് നിർബന്ധിക്കും. നമുക്ക് വേണ്ട ആക്ടിവിറ്റീസ് മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ മെയിനായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പഠിച്ചു വെക്കേണ്ട ചില ഹിന്ദി വേർഡ്സ് ഏതൊക്കെയാ, നെഹി ചഹിയെ, ഇതാണ് നമ്മൾ പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ പിന്നീന്ന് പോകുന്നില്ല, എന്നാലും ഓക്കെ, ഒരു ആളുമായിട്ട് ടൈപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് രക്ഷിച്ചോളും. പിന്നെ ഇത് ഈ ആക്കിൻ്റെ മുകളിൽ ഇതുപോലെ അലങ്കാരപ്പണിയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒക്കെ പറ്റും. നമ്മൾ പോണ വഴിക്ക് കണ്ടതാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നടന്നു പോകുന്ന ഈ വഴിയിലൊക്കെ മഞ്ഞ ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ അവർ പറയാണ്, സാധാരണ രീതിയിൽ വരുമ്പോൾ ഇവിടെയൊക്കെ മഞ്ഞാണ് ഇത്ര ഉണ്ടാവുക. ഇപ്രാവശ്യം സമ്മറിൻ്റെ ചൂട് കാരണമാണോ എന്താണെന്നറിയില്ല, നമുക്ക് മഞ്ഞ് കാണാൻ കുറച്ച് സാധാരണക്കാട്ടി കൂടുതൽ നടക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ ഇവിടുത്തെ മഞ്ഞൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറക്കൂട്ടോ, കാരണം ഫുള്ള് മണ്ണായിട്ട് മിക്സായിട്ട് ആ ഒരു പുതിയ മഞ്ഞല്ല, ഇത് പഴയതാണ്. അപ്പം നമ്മൾ കണ്ടപ്പോൾ തൊട്ടിട്ട് നമുക്ക് ഇതിനാണല്ലോ മെയിനായിട്ട് വന്നത്. അപ്പം അത് കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി, അത് എടുത്ത് കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇടയിൽ നമുക്ക് ഈ ഒരു മല കയറണം. അപ്പോൾ അതിന് നമുക്ക് ഒരാൾക്കാരുണ്ടാവും. ഇപ്പം നമ്മൾ സ്ലെഡ്ജാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലെഡ്ജിൽ നമ്മളതിനെ മുകളിലേക്ക് കയറ്റും, പക്ഷേ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ വരും. അവരും നമ്മുടെ അടുത്ത് ടിപ്സ് ചോദിക്കും. പിന്നെ സ്ലെഡ്ജിൽ കയറിയിട്ട് താഴെ വരെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഈ കണ്ടില്ലേ, ഈ സാധനം മുകളിൽ വരെ നമ്മൾ കയറ്റിക്കൊണ്ടുവരും. എന്നിട്ട് താഴേക്ക് അവരുടെ കൂടെ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഇടാം കേട്ടോ, ചെറിയ രീതിയിൽ ഷോർട്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സമയം നമുക്ക് മഞ്ഞിൽ കളിക്കാൻ സമയം തരും. എന്നിട്ട് നമ്മൾ സ്ലെഡ്ജിൽ താഴേക്ക് എത്തും. താഴേക്ക് എത്തിയിട്ട് പിന്നെ ഈ ഒരു ലെവൽ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം. നമ്മുടെ ടൈമൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചതിന് ശേഷം കുറേ നേരം ഞങ്ങൾ വീഡിയോയും ഒക്കെ എടുത്ത് കിത്തുമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അവളുടെ ബൂട്ട്സിൻ്റെ ഉള്ളിലൊക്കെ മഞ്ഞ് കയറി, എന്നിട്ടും അവൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. മാക്സിമം ഒരു 1-2 മണിക്കൂറോളം നമ്മളവിടെ മഞ്ഞിലൊക്കെ കളിച്ച്. പിന്നെ സ്കീയിങ് ഒക്കെ വേണമെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വന്നു. പക്ഷേ ഇവർ രണ്ടുപേർക്കും അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ഒരു 10 പേര് നമ്മൾ അപ്രോച്ച് ചെയ്തെന്ന് പറയുമല്ലോ, അതേപോലെ ആയിരുന്നു. നമ്മൾ വേണ്ട നെഹി എന്ന് പറഞ്ഞിട്ട് വിട്ടു അവരനെ. പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ളത് അവിടെ സാരി ഉണ്ടാവും. സാരി നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് അവർ നമുക്ക് റീൽസ് എടുത്തു തരും. സാരി മാത്രമല്ല, ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും റീൽസൊക്കെ എടുത്തു തരും കേട്ടോ. ഞങ്ങളങ്ങനെ 1-2 റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും പോസ്റ്റ് ഇങ്ങനെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് സെൽഫി സ്റ്റിക്കൊക്കെ എടുത്ത് എൻ്റെ പണി തുടങ്ങി. മഞ്ഞ് ഫുള്ള് കിട്ടണം. പിന്നെ ആ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ള് ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടും ഒരു പൂർണ്ണമായ തൃപ്തിയൊന്നും എനിക്ക് കിട്ടിയില്ല. നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്തത് വളരെ ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ് കേട്ടോ. കുറേ ആൾക്കാർ മലയുടെ മുകളിലൊക്കെ, മഞ്ഞുമലയുടെ മുകളിലൊക്കെ കയറി പോയിട്ട് അവിടെയും സെക്കൻഡ് ഫേസ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ കണ്ട നദി ഉണ്ടല്ലോ, നമ്മുടെ സിന്ധു നദിയാണെന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ പറഞ്ഞത്. സിന്ധു നദീതട സംസ്കാരത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പോയി കാണാൻ പറ്റി. എന്തായാലും തിരിച്ചു അതേപോലെ നമ്മുടെ കുതിരപ്പുറത്ത് നമ്മുടെ സെയിം കുതിരയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുതിരയുടെ പേര് ചേതക്ക് എന്നായിരുന്നു. ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഹസ്ബൻഡിൻ്റെ കുതിരയുടെ പേര് ബുള്ളറ്റ് എന്നാണ്. കിത്തുവിൻ്റെയും നിത്തുവിൻ്റെയും കുതിരകളുടെ പേര് രാജുവും ടൈഗറും ആണ്. അപ്പോൾ ഞങ്ങൾ പേരൊക്കെ മനസ്സിലാക്കി. എൻ്റെ മനസ്സിൽ അവർക്ക് വേദനിക്കല്ലേ, അയ്യോ അവർക്ക് കഷ്ടമല്ലേ, എൻ്റെ വെയിറ്റ് അവർ താങ്ങല്ലേ എന്നുള്ള ചിന്തയായിരുന്നു ഫുൾ ടൈം എത്തണ വരെ. അങ്ങനെ സേഫായിട്ട് നമ്മൾ തിരിച്ച് പാർക്കിങ്ങിൽ തന്നെ എത്തി. ബൂട്ട്സൊക്കെ തിരിച്ചു കൊടുത്തു. പിന്നെ റീൽസ് എടുത്ത ആളും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. കുതിരയുടെയും സ്ലെഡ്ജിൻ്റെയും എല്ലാത്തിൻ്റെയും ആൾക്കാർ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനും പിന്നെ ഈ റീൽസ് എടുത്തിട്ട് നമുക്ക് ഏത് റീലെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരും. 150 റുപ്പീസാണ് ഒരു റീലിന് അവർ പറയണേ. അങ്ങനെ അതൊക്കെ ചെയ്ത് അതിൻ്റെ വിലപേശലൊക്കെ അവിടെ നടന്നു കുറേ നേരം. ഞങ്ങൾ വണ്ടിയിലൊക്കെ വന്നിരുന്നു. പിന്നെ ഉള്ളൊരു ഡ്രോബാക്ക് അവിടെ ടോയ്ലറ്റ് സൗകര്യം വളരെ
കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ നല്ല വൃത്തിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. തിരിച്ച് നമ്മളിത് ഈ സോനാമാർഗ് ടണലിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം, ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ കുതിരയുടെ പുറത്തിരുന്നിട്ടും പിന്നെ മഞ്ഞിൽ കളിച്ചിട്ടും ഒക്കെ എല്ലാവരും കുറച്ച് ടയേർഡായി. പക്ഷേ ആ ഒരു ദിവസം നമുക്ക് അൺഫോർഗറ്റബിളായി മാറി എന്ന് പറയാം. കാരണം നമ്മൾ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ മറക്കില്ലല്ലോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഇനി 1 ഡേ കൂടി ഉള്ളൂ കേട്ടോ നമുക്ക് കാശ്മീരിൽ. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ 5th ഡേ നമ്മളവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് നമുക്ക് ദാൽ ലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഗുൽമാർഗും പറ്റിയില്ല. അപ്പം നമ്മൾ നോക്കിയപ്പം ഓൾറെഡി സോനാമാർഗിൽ പോയി മഞ്ഞൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ഇനിയിപ്പം ഗുൽമാർഗിൽ പോകണമെന്ന് ഇപ്പോൾ ആർക്കും അത് മുമ്പേ പ്രവചിച്ച പോലെ തന്നെ നടന്നു. നമുക്ക് മഞ്ഞിൽ കളിക്കണമെന്നില്ല, പകരം ഡാൽ ലേക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ഡാൽ ലേക്കാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് കാശ്മീരിലത്തെ 5ാമത്തെ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.